morning. In the previous class, we have already learned that micro-teaching and teaching skill. What do you mean by micro-teaching? Scaled down teaching encounter in a class size and class 10. Then what do you mean by teaching skill? Teaching skill is a set of overt behavior related overt behavior of an individual which are observable, measurable, demonstrable and refinable through practice. The first and foremost skill is skill of stimulus variation. In the previous class we have learned skill of stimulus variation. This class is all about skill of introducing a lesson. Skill of introducing a lesson. Write down the main heading, skill of introducing a lesson. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ക്ലാസ് റൂം സിറ്റുവേഷനിലേക്ക് കടന്നു വരുന്നു. നാം പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗവുമായി നാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. ഉടൻ തന്നെ നാം പാഠഭാഗത്തിലേക്ക് കടക്കുന്നില്ല. അതിനേക്കാൾ മുമ്പ് ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളെ ഒന്ന് ഒരുക്കണം, പ്രിപ്പയർ ചെയ്തെടുക്കണം. അങ്ങനെയെങ്കിൽ ആ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത്? ആ പാർട്ടാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഈ മൈക്രോ ടീച്ചിങ്ങിന്റെ സ്കില്ലിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സക്സസ് ഓഫ് ടീച്ചിങ് എ ലെസൺ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ. The attention of the students towards learning, the matter starts with the introduction of the lesson before the actual teaching starts in a classroom. He uses different techniques and methods in order to capture their attention, prepare their minds and motivate them only to require new knowledge. ഒരു പുതിയ നോളജിലേക്ക് കുട്ടിയെ കൊണ്ടെത്തിക്കുവാൻ ആര് ശ്രമിക്കുന്നു? അധ്യാപിക ശ്രമിക്കുന്നു. The success or failure of a lesson or a content depends upon the introduction of a lesson. നമുക്ക് പറയാം, ഒരു ക്ലാസിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? ഒരു സംശയം വേണ്ട, സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. അതുകൊണ്ടാണല്ലോ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് നമ്മൾ വെച്ച് പറയാറുള്ളത്. ഒരു ഭാഗം ശരിയായി തുടങ്ങിക്കഴിഞ്ഞാൽ പകുതിയോളം അതിന്റെ തീർന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ആദ്യമേ നാം കുട്ടികൾക്ക് കൊടുക്കുന്ന ആ പ്രോസസ്സ് എന്താണോ, ആ പ്രോസസ്സിലൂടെ കുട്ടികളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ അല്ലെങ്കിൽ സെറ്റ് ഇൻഡക്ഷൻ. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെറ്റ് ഇൻഡക്ഷൻ. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ഓർ സെറ്റ് ഇൻഡക്ഷൻ. SET, set induction, INDUCTION. Skill of introducing a lesson or set induction. The success of teaching a lesson depends on its introduction. The attention of the students towards learning, the matter starts with the introduction of a lesson before the actual teaching starts in a classroom. അപ്പോൾ എപ്പോഴാണ് ആക്ച്വൽ ക്ലാസ് റൂം സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്? ഇൻട്രൊഡക്ഷന് ശേഷമാണ്. ബിഫോർ ദ ആക്ച്വൽ ടീച്ചിങ് സ്റ്റാർട്ട്സ് ഇൻ എ ക്ലാസ് റൂം, ഹി യൂസസ് ഡിഫറെന്റ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു ക്യാപ്ചർ ദെയർ അറ്റൻഷൻ. എങ്ങനെയൊക്കെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? പ്രിപ്പയർ ദെയർ മൈൻഡ്സ് ആൻഡ് മോട്ടിവേറ്റ് ദം ഓൺലി ടു റിസീവ് ന്യൂ നോളേജ്. ന്യൂ നോളജിലേക്ക് കുട്ടിയെ എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കുട്ടികളുടെ അറ്റൻഷൻ അധ്യാപിക പിടിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കണ്ടന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് അധ്യാപിക ചെയ്യേണ്ടത്? Anything that a teacher does towards this end is known as an introduction. The skill used in doing this is known as a skill of set induction or introducing a lesson. Set induction is also called anticipatory set. ഒന്നോട് ശ്രദ്ധിക്കുക, നമ്മളിവിടെ പറഞ്ഞ 3 ടേമുകളാണ്. സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് സെറ്റ് ഇൻഡക്ഷൻ. സെറ്റ് ഇൻഡക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആൻ ആന്റിസിപ്പേറ്ററി സെറ്റ്. ANTICIPATORY ആന്റിസിപ്പേറ്ററി സെറ്റ്. Set induction is also called anticipatory set. Steps taken by a teacher to begin a lesson or other classroom activity. ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി അഥവാ കണ്ടന്റിലേക്ക്, പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് അധ്യാപിക ആ കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു മുഖവരയിലേക്ക് എത്തുന്നു. അങ്ങനെയെങ്കിൽ ആ മുഖവരയിൽ ഉൾപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അതാണ് ഇവിടെ പറയുന്ന സെറ്റ് ഇൻഡക്ഷൻ ഓർ anticipatory set or skill of introducing a lesson. It is all about getting ready and induced into the right frame of the mind to set to learn.
പഠിക്കുന്നതിന് വേണ്ടി കുട്ടികളെ സെറ്റ് ചെയ്തെടുക്കുക. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇതിനെ കുറിച്ച് ഗെറ്റിംഗ് റെഡി ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇൻ ടു ദ റൈറ്റ് ഫ്രെയിം ഓർ മൈൻഡ് സെറ്റ് ടു ലേൺ. നല്ലൊരു ഫ്രെയിം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നല്ലൊരു മൈൻഡ് സെറ്റ് എന്തിനു വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി കുട്ടികളെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അധ്യാപിക എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ, സെറ്റ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ആന്റിസിപ്പേറ്ററി സെറ്റ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെ? ഫസ്റ്റ് വൺ, യൂസ് ഓഫ് പ്രീവിയസ് നോളജ്. ഫസ്റ്റ് സബ് കമ്പോണന്റ് ഓഫ് ദ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ഈസ് ദാറ്റ് use of previous knowledge. First point, use of previous knowledge. Write down use of previous knowledge. What do you mean by previous knowledge or prerequisites? സാധാരണ നമ്മുടെ ടീച്ചിങ് മാനുവലിനകത്ത് അല്ലെങ്കിൽ ലെസൺ പ്ലാനിനകത്ത് നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ് പ്രീറിക്വിസൈറ്റ്സ്. അധ്യാപിക ചില ചോദ്യങ്ങളിലൂടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് പ്രവേശിക്കാറ്. നിങ്ങൾക്ക് ആ ലെസൺ പ്ലാൻ എഴുതി തുടങ്ങിയാൽ അതിനെക്കുറിച്ച് മനസ്സിലാകും. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ശരാശരി ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ എടുക്കുക, അതൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്തതിന് ശേഷം ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം കുട്ടികളോട് ആദ്യമായി എന്ത് പറയുന്നു? നമുക്കറിയാം, ആദ്യമായി ഫോർമാലിറ്റികളൊക്കെ ടീച്ചർ കംപ്ലീറ്റ് ചെയ്യും അല്ലേ? ഫസ്റ്റ് കംപ്ലീറ്റ് ദ ഫോർമാലിറ്റി. ടീച്ചർ സല്യൂട്ട് ദ ക്ലാസ് അല്ലേ? നമസ്കാരം എന്നോ ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ കുട്ടികളോട് പറയുന്നു. അതിനുശേഷം സല്യൂട്ടേഷനും അറ്റൻഡൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റിന്റെ പേര് ബ്ലാക്ക് ബോർഡിനകത്ത് എഴുതും. ഒരു ഭാഗത്ത് കുട്ടികളുടെ അറ്റൻഡൻസ് എഴുതും, മറുഭാഗത്ത് ഡേറ്റ് എഴുതും, നടുഭാഗമായിട്ട് എന്ത് എഴുതും? പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ്. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ബയോളജി ആണെങ്കിൽ ബയോളജി, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് നമ്മൾ എവിടെ എഴുതും? ബ്ലാക്ക് ബോർഡിന്റെ സെന്റർ ചെയ്ത് നമ്മൾ എഴുതും. മെയിൻ ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ എഴുതും. അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്യുന്നു? സെന്റർ, അത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം സല്യൂട്ടേഷൻ എന്ന പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ ക്ലാസ്സിനെ അഭിമുഖീകരിച്ച് സെന്റർ ചെയ്ത് നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ക്ലാസ്സിന്റെ സെന്റർ ചെയ്ത് നിന്നുകൊണ്ട് വേണം കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ. നമസ്കാരം എന്നോ ഗുഡ് മോർണിംഗ് എന്നോ പറയുകയാണെങ്കിൽ സെന്റർ ചെയ്ത് നിന്നിട്ട് ശേഷം മാത്രമേ എന്ത് പറയാവൂ? ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ പറയാവൂ. ഇങ്ങനെ ആദ്യത്തെ രീതിയിലുള്ള എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ദ ഫോർമാലിറ്റീസ് ലൈക്ക് ഏതൊക്കെ? സല്യൂട്ടേഷൻ, അറ്റൻഡൻസ്, ബ്ലാക്ക് ബോർഡ് ഫോർമാലിറ്റീസ് എക്സെട്ര എക്സെട്ര. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുന്ന ഏറ്റവും ആദ്യത്തെ പ്രോസസ്സാണ് ഫസ്റ്റ് പോയിന്റ്, സബ് കമ്പോണന്റ് ഓഫ് ദ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, ദാറ്റ് ഈസ് യൂസ് ഓഫ് പ്രീവിയസ് നോളജ്. ഇവിടെ യൂസ് ഓഫ് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് പ്രീവിയസ് നോളജ് ഓഫ് സ്റ്റുഡൻസ് റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ഫ്രം പ്രീവിയസ് എക്സ്പീരിയൻസ്. അതായത് പഴയ അനുഭവങ്ങളിൽ നിന്ന് കുട്ടി എന്താണോ പഠിച്ചെടുത്തത്, ഈ പഴയ അനുഭവങ്ങളെ ബേസ് ചെയ്തു, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ്. എല്ലാവർക്കും എന്തുണ്ട്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. ഈ നോളജിലേക്ക് നാം എന്ത് കൊടുക്കുന്നു? പുതിയ അറിവ് കുട്ടിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അധ്യാപിക ആദ്യം ചെയ്യേണ്ടുന്നത് എന്താണ് കുട്ടികളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് എന്ന് മനസ്സിലാക്കണം. ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് മനസ്സിലാക്കിയതിനു ശേഷം അതിലേക്ക് പുതിയ നോളജ് കുട്ടിക്ക് കൊടുക്കുന്നു. Previous knowledge means that previous knowledge of students refers to the level of achievement from previous experience. Previous experience ൽ നിന്ന് എന്താണോ കുട്ടിക്ക് ലഭിച്ചത് അത് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് കമ്പോണന്റ്. അപ്പൊ ക്ലാസ്സിലേക്ക് ആദ്യമായി ഒരു അധ്യാപിക കയറുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് കണ്ടന്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ മുമ്പ് കുട്ടിക്ക് എന്തറിയാം എന്നതിനെ കുറിച്ച് ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് പ്രീവിയസ് നോളജ്. Checking the previous knowledge of students helps the teacher to establish integration between the pre-existing knowledge of the students and the new knowledge that the teacher wants to impart. നിങ്ങൾക്ക് ആശയം കിട്ടിക്കാണും. ടെസ്റ്റിംഗ് ദ പ്രീവിയസ് നോളജ് ഓഫ് സ്റ്റുഡൻസ് ഹെൽപ്സ് ദ ടീച്ചർ. ടീച്ചറിനെ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്സ് ദ ടീച്ചർ ടു എസ്റ്റാബ്ലിഷ്, നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ. എങ്ങനെ? ടു എസ്റ്റാബ്ലിഷ് ദ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ദ പ്രീ എക്സിസ്റ്റിംഗ് നോളജ്. അതിനു മുമ്പ് എന്ത് ലഭിച്ചിട്ടുണ്ട്?
pre-existing knowledge of the students and the new knowledge that the teacher wants to impart. ടീച്ചർ കൊടുക്കാൻ പോകുന്ന നോളജ് എന്താണോ ആ നോളജും കുട്ടിയിലേക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് എന്താണോ ആ അറിവും തമ്മിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ നടക്കുന്ന ആ പ്രോസസ്സാണ് യൂസ് ഓഫ് പ്രീവിയസ് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ യൂസ് ഓഫ് പ്രീവിയസ് നോളജ്? Previous knowledge of students refers to the level of achievement from previous experiences. Testing the previous knowledge of students helps the teacher to establish the integration. To establish a term, to establish the integration between the pre-existing knowledge of the student and the knowledge that the teacher wants to impart. Through this skill, ഈ സ്കില്ലിലൂടെ സെറ്റ് ഓഫ് ഇൻഡക്ഷൻ അഥവാ ആന്റിസിപ്പേറ്ററി സെറ്റ് അഥവാ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് എ ലെസൺ, ഇതിലൂടെ ത്രൂ ദിസ് സ്കിൽ ദ ടീച്ചർ നോസ് ദ സ്റ്റാറ്റസ് ഓഫ് മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അധ്യാപിക ഈ പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ പ്രീ റിക്വിസൈറ്റ്സ് ചെക്ക് ചെയ്യുന്നത്? നമുക്കറിയാം കുട്ടിക്ക് എത്രമാത്രം അറിവുകളുണ്ട് അല്ലെങ്കിൽ കുട്ടി ഈ കണ്ടന്റിൽ എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ്. സ്റ്റാറ്റസ് ഓഫ് മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ എബിലിറ്റീസ് ഓർ മെമ്മറി കപ്പാസിറ്റി ഓഫ് ദ സ്റ്റുഡന്റ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മൾ പറയാറുണ്ട് ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളാണ്. പരസ്പരം അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടീച്ചർ ക്ലാസ്സിലേക്ക് ചെന്നതിന് ശേഷം എന്ത് ചെയ്തിരുന്നു? Checking the previous knowledge, use of the previous knowledge or achievement from the previous experience. ഇത് അധ്യാപകർ ചെക്ക് ചെയ്തപ്പോഴാണ് കുട്ടികൾ മിടുക്കരാണ്, റെസ്പോണ്ട് ചെയ്യുന്നവരാണ്, കുട്ടികൾക്ക് കുറച്ച് ധാരണ ഇതിനെ കുറിച്ചുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ടീച്ചർ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രീവിയസ് നോളജിലൂടെ ലഭിക്കുന്നു? ഫസ്റ്റ് വൺ, സ്റ്റാറ്റസ് ഓഫ് മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റുഡൻസ്. I will repeat the point again. What is the meaning of previous knowledge? Previous knowledge of students refers to the level of achievement from previous experiences. Testing the previous knowledge of students that helps the teacher to establish the integration between the pre-existing knowledge of the students and the new knowledge that the teacher wants to impart. Through this skill, ഈ സ്കില്ലിലൂടെ എന്ത് മനസ്സിലാക്കുന്നു? The teacher എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? Knows the status of motivation, intellectual abilities and socio-cultural background of the student. Then first one is use of previous knowledge. Then second one is first one, set of use of previous knowledge. Second point, preliminary attention gaining. Preliminary attention gaining. അതിനെ PAG എന്ന് അറിയപ്പെടുന്നു. Preliminary attention gaining. ഇനി എന്താണ് പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ ആദ്യത്തെ ആ ഫസ്റ്റിൽ കിട്ടുന്ന ഇംപ്രഷൻ, ആ ക്യൂരിയോസിറ്റി, കുട്ടിയെ എത്രമാത്രം ജിജ്ഞാസ കുതുകരാക്കാൻ ആർക്ക് സാധിച്ചു? അധ്യാപികയ്ക്ക് സാധിച്ചുവോ അത്രമാത്രമാണ് ഒരു ക്ലാസിന്റെ, അതായത് സക്സസും ഫെയിലിയറും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു. സക്സസ് ഓഫ് ടീച്ചിങ് എ ലെസൺ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ. ദ സക്സസ് ഓർ ഫെയിലിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻട്രൊഡ്യൂസിങ് എ സ്കിൽ. നമ്മളിത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ അറ്റൻഷൻ, പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്, ആദ്യമേ തന്നെ ഈ അറ്റൻഷൻ ഗെയിനിങ് നേടിയെടുക്കാൻ അധ്യാപിക എന്ത് ചെയ്തിരിക്കണം? നോർമലി അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലെസൺ, സാധാരണ രീതിയിൽ ബിഗിനിങ് ഓഫ് ദി ലെസൺ എന്ത് ചെയ്യണം? സ്റ്റുഡൻസ് ആർ ഫൗണ്ട് നോട്ട് ടു ബി അറ്റന്റീവ്, മെന്റലി പ്രിപ്പയർഡ് ഫോർ ലേണിംഗ്. നമുക്കറിയാം, നാം ഒരു സാധാരണ ക്ലാസ് റൂം സിറ്റുവേഷനിലേക്ക് പോകുന്നെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമ്മളെ കാണുമ്പോഴേക്കും, നിങ്ങളൊരു BEd സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ അതിന്റെ പക്വതയോടുകൂടി ക്ലാസ്സിലിരിക്കും. അധ്യാപിക വരുന്നു, ബഹുമാനിക്കണം, ചെയ്യണം, എഴുന്നേൽക്കണം, സംസാരം നിർത്തണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന കുട്ടികളല്ലായിരിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരല്ലായിരിക്കാം. അപ്പൊ ടീച്ചർ ആദ്യം എന്ത് ചെയ്യണം? നോർമലി അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലെസൺ സ്റ്റുഡൻസ് ആർ ഫൗണ്ട് നോട്ട് ടു ബി അറ്റന്റീവ്, മെന്റലി പ്രിപ്പയർഡ് ഫോർ ലേണിംഗ്. അവർ മെന്റലി, മാനസികമായി അവർ ഒരുക്കത്തിലല്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇൻ സച്ച് സിറ്റുവേഷൻ the primary duty of the teacher is to create desire for learning among the students. അപ്പോൾ ആദ്യം എന്തുണ്ടാക്കണം? ഒരു ഡിസയർ, കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? അധ്യാപികയുടെ ഉദ്ദേശം.
അപ്പൊ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുമ്പോൾ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഇല്ല, പക്ഷേ എന്തിനുള്ള ഡിസൈർ ഉണ്ടാക്കുന്ന ടീച്ചർ? In such a situation, the primary duty of the teacher is to create desire for learning among the students. എന്തിനു വേണ്ടിയിട്ട്? To gain attention at the preliminary stage. And the teacher can employ different attracting attention activities such as telling a story or any other bodily activities like such that. അതുപോലെയുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു പിക്ചർ കുട്ടിയെ കാണിക്കുന്നു, ആ പിക്ചർ കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കുന്നു, അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്തത് എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ നല്ല രീതിയിൽ ഈ സ്കില്ലിനെ ഈ ഒരു കണ്ടന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. നോർമലി അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലെസൺ സ്റ്റുഡൻസ് ആർ നോട്ട് ടു ബി എങ്ങനെയല്ല അറ്റൻറ്റീവ് ഓർ mentally prepared for learning. In such a situation, the primary duty of the teacher is to create desire for learning among the students, to gain attention. At the preliminary stage, the teacher can employ different attention attracting activities such as telling a story or other bodily or classroom activities. ഇതെല്ലാം കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഇവിടെയും എന്ത് ചെയ്തില്ല? കണ്ടന്റ് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് വൺ യൂസ് ഓഫ് പ്രീവിയസ് നോളജ്, സെക്കൻഡ് വൺ പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്, സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് വൺ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്. യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊക്കെ ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്? സാധാരണ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഏത്? ബ്ലാക്ക് ബോർഡ്. എന്നാൽ ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്, ഗ്രീൻ ബോർഡ്, ഇങ്ങനെ പല രീതിയിലുള്ള ബോർഡുകൾ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരി സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ തന്നെ വമ്പിച്ച മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ എന്തായി? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അതുപോലെയുള്ള മെത്തേഡ്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇവിടെ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, റോൾ പ്ലേയിങ്, ഡ്രമാറ്റൈസേഷൻ, ഡെമോൺസ്ട്രേഷൻ, എക്സ്പെരിമെന്റ് എക്സെട്ര. പെട്ടെന്ന് കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം വിക്ടേഴ്സ് ചാനലില് ഒരു ടീച്ചർ ക്ലാസ് എടുത്ത് വളരെ വൈറലായി പോയ ഒരു കാര്യം നിങ്ങൾക്കറിയാം. തങ്കപ്പൂച്ച, മിട്ടുപൂച്ച, തങ്കപ്പൂച്ച എന്ന് പറഞ്ഞ് ആ പേരങ്ങനെ തന്നെയാണെന്ന് തോന്നിയാൽ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. തങ്കപ്പൂച്ചയെ മിട്ടുപൂച്ച എന്ന് പറയൂ എന്ന് പറഞ്ഞ് ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. വളരെ സരസമായി വളരെ ശ്രദ്ധിച്ചിരിക്കാൻ തോന്നുന്ന വിധത്തിൽ അധ്യാപിക ക്ലാസ് എടുക്കുന്ന നിങ്ങൾക്ക് കാണാം. എന്തിനു വേണ്ടിയിട്ടാ? കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി ടീച്ചർ ഒരു ഡ്രാമ അവിടെ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ റോൾ പ്ലേ, ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് എല്ലാം നമുക്ക് ഏത് സെക്ഷനിൽ കൊടുക്കാം? ഇവിടെ പറയുന്ന ഏറ്റവും ആദ്യത്തെ ഇൻട്രൊഡ്യൂസിങ്. പക്ഷേ ഇവിടെ എക്സ്പെരിമെന്റ് കൊടുക്കാം, ഡെമോൺസ്ട്രേഷൻ കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കണ്ടന്റിലേക്ക് കടന്നിട്ടുള്ള ശേഷമല്ല, കണ്ടന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ്. ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചാണ് അധ്യാപിക പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു മുൻപ് അധ്യാപിക എന്തിനെ കുറിച്ച് ചോദിച്ചിരിക്കണം? ഫസ്റ്റ് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ഉള്ള പ്രീവിയസ് നോളജ് കുട്ടികൾ ചെക്ക് ചെയ്യുക. ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ടീച്ചർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാവൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ടെസ്റ്റിംഗ് ദ പ്രീവിയസ് നോളജ് ഓഫ് സ്റ്റുഡൻസ് ഹെൽപ്സ് ദ ടീച്ചർ ടു എസ്റ്റാബ്ലിഷ് ദ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ദ പ്രീ എക്സിസ്റ്റിംഗ് നോളജ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ദ ന്യൂ നോളജ് ദാറ്റ് ദ ടീച്ചർ വാണ്ട്സ് ടു ഇമ്പാർട്ട്. അങ്ങനെയെങ്കിൽ നിർബന്ധമായും രണ്ടാം ലോക മഹായുദ്ധം പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അധ്യാപിക ചോദിച്ചിരിക്കണം. ഇങ്ങനെ ചോദിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പിക്ചർ കാണിക്കുമ്പോൾ, വീഡിയോസ് ഇൻട്രൊഡ്യൂസിംഗ് പാർട്ടിൽ കാണിക്കുമ്പോൾ ടീച്ചർക്ക് ആ ക്ലാസ്സിനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? സ്റ്റാറ്റസ് ഓഫ് മോട്ടിവേഷൻ, ഇന്റലക്ച്വൽ എബിലിറ്റീസ്, സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റുഡൻസ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്, ഓഡിയോ വിഷ്വലൈസ് നമുക്ക് ഉപയോഗിക്കാം, സ്ലൈഡ് പ്രൊജക്ഷൻ നമുക്ക് ഉപയോഗിക്കാം, ബ്ലാക്ക് ബോർഡ് നമുക്ക് ഉപയോഗിക്കാം, ഡ്രമാറ്റൈസേഷൻ ഉപയോഗിക്കാം, രണ്ട് കുട്ടികളെ കുറിച്ചുള്ള സംവാദങ്ങൾ നടത്താം. പക്ഷേ 45 മിനിറ്റിൽ വെറും 3 മിനിറ്റ് സമയം കൊണ്ട് എന്ത് തീർന്നിരിക്കണം?
സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുന്ന ആ കണ്ടന്റ് തീർന്നിരിക്കണം. ഇൻ ഓർഡർ ടു മോട്ടിവേറ്റ് ദ ലേണേഴ്സ് ദ യൂസ് ഓഫ് സച്ച് ഡിവൈസസ് ഷുഡ് ബി എന്തിന് ബേസ് ചെയ്തുകൊണ്ടിരിക്കും? സൂട്ടബിൾ ടു ദ ഏജ്, എക്സ്പീരിയൻസ്, മെച്യൂരിറ്റി എക്സെട്ര ഓഫ് ദ ലേണേഴ്സ്. ടീച്ചർ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചോക്ക് ബോർഡ് ഉപയോഗിച്ചു, വൈറ്റ് ബോർഡ് ഉപയോഗിച്ചു, ഗ്രീൻ ബോർഡ് ഉപയോഗിച്ചു, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചു, എന്തോ ഉപയോഗിച്ച് ചെയ്യട്ടെ. പക്ഷേ ഇതൊക്കെ അത് സെലക്ട് ചെയ്യുമ്പോൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻ ഓർഡർ ടു മോട്ടിവേറ്റ് ദ ലേണേഴ്സ് ദ യൂസ് ഓഫ് സച്ച് ഡിവൈസസ്, ഇതുപോലെയുള്ള ഡിവൈസസ് അത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ in order to motivate the learners the use of such devices should be suitable to the age, experience and maturity of the learners. ഒരു കഥ പറഞ്ഞ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് BEd പിള്ളേരാണ്, നിങ്ങൾ 20, 23, 25 ആ റേഞ്ചിലൊക്കെ പ്രായം നിങ്ങൾക്കുണ്ട്. നിങ്ങളോട് മിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും കഥ പറഞ്ഞ് വേണമെന്നില്ല ഒരു കണ്ടന്റിലേക്ക് പ്രവേശിക്കാൻ. അപ്പം നിങ്ങളുടെ മെച്യൂരിറ്റിയും നിങ്ങളുടെ പാഠ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. ആരിൽ നിന്ന്? 12, 13, 14 വയസ്സുള്ള കുട്ടികളിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഈ ഡിവൈസസ് സെലക്ട് ചെയ്യുമ്പോൾ പ്യൂർലി ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസസ്, ഏജ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദ ലേണേഴ്സ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം എന്ത് സെലക്ട് ചെയ്യാൻ? ഡിവൈസസ് സെലക്ട് ചെയ്യാൻ. ദ ഡിവൈസസ് കുഡ് ബി റിലവൻറ്റ് ഓൺലി ഇഫ് ദേ ആർ റിലേറ്റഡ് ടു ദ എയിംസ് ഓഫ് ദ ലെസൺ ഓർ ദ കണ്ടന്റ്. ഈ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ ഷേർഷിയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ഹിസ്റ്ററിയിൽ, അല്ലേ? 1857 വിപ്ലവം 1947 സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു. ആ ഒരു പാർട്ടാണ് ടീച്ചർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവം, ശിപായി ലഹള, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയ കണ്ടന്റും റിലേറ്റഡ് ആയ ഡിവൈസസും ആയിരിക്കണം ടീച്ചർ ഉപയോഗിക്കേണ്ടുന്നത്. ദ ഡിവൈസസ് കുഡ് ബി റിലേറ്റഡ് ഓൺലി ഇഫ് ദേ ആർ റിലേറ്റഡ് ടു ദ എയിംസ് ഓഫ് ദ ലെസൺ. പഠിപ്പിക്കാൻ പോകുന്ന കണ്ടന്റ് ഏതാണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ഉപയോഗിക്കേണ്ടത്. അതാണ് ഇവിടെ ഉപയോഗിച്ച യൂസ് ഓഫ് അപ്രോച്ചസ് ആൻഡ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സും ടെക്നോളജിക്കൽ എയ്ഡ്സും അതുപോലെ ഡിഫറെന്റ് ടെക്നിക്സും മെത്തേഡ്സും സ്ട്രാറ്റജീസും ഡിവൈസസും നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്രയും ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, use of previous knowledge. Teacher should check the previous knowledge of the student. Second one, preliminary attention gaining. ഈ preliminary attention gaining നമുക്ക് എന്ത് ഉപയോഗിക്കാം? different types of activities, storytelling, etc. etc. Then third one, use of appropriate devices, strategies and techniques. എന്തിനു വേണ്ടി? to attract the attention of an individual. Then fourth one is arousing motivation. Fourth one, arousing motivation. ഇതിനേക്കാൾ എല്ലാത്തിനേക്കാൾ ഉപരി ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. എന്തിലേക്ക്? കണ്ടന്റ് പഠിപ്പിക്കാൻ പോകുന്നതിലേക്ക്. ഇതുവരെ ടീച്ചർ ഒരു കണ്ടന്റ് പഠിപ്പിച്ചില്ല, ടീച്ചർ കണ്ടന്റ് പഠിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവ പോകുന്നതിനേക്കാൾ മുൻപ് കുട്ടികളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? അടുത്ത 40 മിനിറ്റ് ക്ലാസ് ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ വേണ്ടി ഈ 3-4 മിനിറ്റ് ക്ലാസ്, ഈ ഏറ്റവും ആദ്യമുള്ള 3-4 മിനിറ്റ് ക്ലാസ്സുകൾ കുട്ടികളെ ജിജ്ഞാസുകരാക്കി ഇരിക്കാൻ വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന ആസ്പെക്റ്റ് ആണ് അറൗസിംഗ് മോട്ടിവേഷൻ. പോയിന്റുകൾ ഓർത്തിരിക്കുക. യൂസ് ഓഫ് പ്രീവിയസ് നോളജ്. സെക്കൻഡ് വൺ, പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്. ദെൻ തേർഡ് വൺ, use of appropriate devices. Fourth one, arousing motivation. The teacher should use the questions or activities to motivate the students towards the current topic or concept before declaring the topic or lesson. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ന ടോപ്പിക് ആണ്, അഥവാ 1857 വിപ്ലവമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്നത് പറയുന്നതിനേക്കാൾ മുമ്പ് ആ ടോപ്പിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ 40 മിനിറ്റ് സമയം 1857 വിപ്ലവത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ടീച്ചർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 40 മിനിറ്റും കുട്ടികളെ അട്രാക്ട് ചെയ്തുകൊണ്ട് അറ്റൻറ്റീവായിട്ട് ക്യൂരിയസ് ആയി കുട്ടികളെ ഇരുത്താൻ വേണ്ടി നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ച അറൗസിംഗ് മോട്ടിവേഷൻ. 40 മിനിറ്റ് സമയം ആ ഉത്തേജകത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കണം കുട്ടി ശ്രദ്ധിക്കേണ്ടത്. അറൗസിംഗ് മോട്ടിവേഷൻ. The teacher should use the questions or activities to motivate the students towards the current topic or concept before declaring the topic. അതാണ് ശ്രദ്ധിക്കേണ്ടത്. Before declaring the topic or lesson. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇതുവരെ before declaring the topic or lesson ഇവിടെ
ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന പാട്ടിനകത്ത് ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, ടോപ്പിക്കിന്റെ പേര് ഡിക്ലെയർ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, ടോപ്പിക്കിന്റെ പേര് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ടോപ്പിക് ഡിക്ലറേഷൻ. നെക്സ്റ്റ് സബ് കമ്പോണന്റ് ടോപ്പിക് ഡിക്ലറേഷൻ. ഇങ്ങനെ ഏകദേശം 5 സബ് കമ്പോണന്റോട് കൂടെ സെറ്റ് ഓഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ സ്കിൽ അല്ലെങ്കിൽ ആന്റിസിപ്പേറ്ററി സെറ്റ് എന്ന് പറയുന്ന ഒരു ടീച്ചിങ് സ്കില്ല് അവസാനിക്കുന്നു. നമുക്കൊന്നും കൂടെ പറയാം. യൂസ് ഓഫ് പ്രീവിയസ് നോളജ്, പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്, യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്, അറൗസിംഗ് മോട്ടിവേഷൻ, ദ ലാസ്റ്റ് വൺ ഈസ് ടോപ്പിക് ഡിക്ലറേഷൻ. ഇവിടെയാണ് നമ്മൾ ടോപ്പിക് ഡിക്ലെയർ ചെയ്യുന്നത്. ദ ടീച്ചർ ഷുഡ് ഡിക്ലെയർ ദ ടോപ്പിക് എന്നതിന് ശേഷം ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രം ടീച്ചർ എന്ത് ചെയ്യുന്നു, ടോപ്പിക് ഏതാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും സ്റ്റേജുകളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്, സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് സാധാരണ ഒരു ക്ലാസ് റൂമിൽ ഓടിപ്പോയി ഒരു കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിനൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ട്. അതുകൊണ്ടാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ഇസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഇംപ്ലിമെന്റഡ് ബൈ ദ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമില് ടീച്ചർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി അതിനെക്കുറിച്ചുള്ള ഒരു പ്ലാൻ ആണ്, അതിനെക്കുറിച്ചുള്ള പദ്ധതിയാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ആ ലെസൺ പ്ലാനിൽ നമ്മൾ എന്ത് എഴുതിയിരിക്കും, എങ്ങനെയാണ് ഞാൻ ഈ കണ്ടന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് എഴുതിയിരിക്കും. അതിനെയാണ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ റെഫറൻസ് പുസ്തകങ്ങളിൽ കാണുന്നത്. ഏതൊക്കെ? ഈ 5 പോയിന്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയി പറയാൻ പറ്റും. യൂസ് ഓഫ് പ്രീവിയസ് നോളജ്, സെക്കൻഡ് വൺ പ്രിലിമിനറി അറ്റൻഷൻ ഗെയിനിങ്, യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസസ്, അറൗസിംഗ് മോട്ടിവേഷൻ, ദ ലാസ്റ്റ് വൺ ഈസ് ടോപ്പിക് ഡിക്ലറേഷൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് റിലവൻസ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടേം കൂടെ കാണുന്നുണ്ട്. അത് തന്നെയാണ് യൂസ് ഓഫ് പ്രീവിയസ് നോളജ്, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സാധാരണ ഒരു ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്? ടീച്ചർ ഒരു കാരണവശാലും ഹൈ ലെവൽ വോളിയത്തിൽ സംസാരിക്കരുത്. സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ എ ലോ ടോൺ. എപ്പോഴും ടീച്ചർ സംസാരിക്കേണ്ടത് ലോങ് ടോൺ. എപ്പോൾ? ക്ലാസ്സിലേക്ക് വരുന്ന ആ സമയത്ത്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കേൾക്കാൻ പാകത്തിന് ടീച്ചറുടെ ശബ്ദം ഉയർത്തിയിരിക്കണം. സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ ലോ ടോൺ. അതായത് കുട്ടികൾ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെന്റലി പ്രിപ്പയർഡ് അല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ആയിരിക്കുന്നത്, കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മെന്റലി പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടി മെല്ലെ സംസാരിക്കുമ്പോൾ കുട്ടികൾ ക്യൂരിയസ്, എന്തോ ടീച്ചർ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ട് എന്നുള്ള കാരണത്താലാണ് സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ എ ലോ ടോൺ എവിടെ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന പാർട്ടിനകത്ത് വരുന്നത്. പിന്നെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കുട്ടികൾ ശബ്ദം മുഖരിതരായിരിക്കുന്നുവെങ്കിൽ കുട്ടികളെ ശാസിക്കരുത്. നമുക്കറിയാം, സാധാരണ അധ്യാപകർ വന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മിണ്ടാതിരിക്കും അല്ലെ, മിണ്ടാതിരിക്കുന്ന ഉച്ചത്തോടു കൂടി പറഞ്ഞ് ഡെസ്കിന്റെ മുകളിൽ 2 തട്ട് തട്ടി, അങ്ങനെയൊക്കെയാണ് സാധാരണ അധ്യാപകരെ ക്ലാസ്സിനെ ശാന്തമാക്കുന്നത്. പക്ഷേ സൈക്കോളജിസ്റ്റ് പറയപ്പെടുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് പറയപ്പെടുന്നത്, ഒരു കാരണവശാലും അധ്യാപിക ഉച്ചത്തിൽ സംസാരിക്കുകയോ മറ്റു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, മറ്റു മെറ്റീരിയൽ ഉപയോഗിച്ച് ശബ്ദ കോലാഹലങ്ങളിലൂടെ കുട്ടികളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അതിന് പകരം എന്ത് ചെയ്തിരിക്കണം? കുട്ടികൾ ഐസ് ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് വിത്ത് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ. കുട്ടികൾ ആരാണോ സംസാരിക്കുന്നത് അവരെ എന്ത് ചെയ്യണം? ഐസ് ഫോക്കസ് ഓൺ സ്റ്റുഡൻസ്. ഐസ് ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് വിത്ത് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ. അവർ എന്താണ് കാണുന്നത്? തോണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ നല്ലപോലെ സൂക്ഷ്മമായി അവരെ നോക്കിയാൽ മാത്രം മതി എന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് പറയപ്പെടുന്നു. എ ടീച്ചർ ബിഗിൻസ് എ ലെസൺ വിത്ത് സെറ്റ് ഇൻഡക്ഷൻ ആൻഡ് എൻഡ് വിത്ത് ക്ലോഷർ. ഡു നോട്ട് ടെൽ ദ ടൈറ്റിൽ ഓഫ് ദ യൂണിറ്റ് ടോപ്പിക്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡു നോട്ട് ടെൽ ദ ടൈറ്റിൽ ഓഫ് ദ യൂണിറ്റ് ഓർ ടോപ്പിക്. ഇൻട്രൊഡ്യൂസിങ് എ ലെസനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല? ടോപ്പിക്കിന്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ബി പ്ലസന്റ്. ക്ലാസ്സിലേക്ക് എപ്പോഴും കയറുന്നത് എങ്ങനെയായിരിക്കണം? ബി പ്ലസന്റ്. കംപ്ലീറ്റ് ദ ഫോർമാലിറ്റി. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ലെങ്കിലും ജനറൽ പ്രൊസീജിയർ ആണ്. സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ എ ലോ ടോൺ. നിങ്ങൾക്ക് ഇതൊക്കെ സാധാരണ ടീച്ചിങ് പ്രാക്ടീസിന്റെ കാലഘട്ടത്തിലെ അധ്യാപന പരിശീലനത്തിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. Start talking on a low tone. Eyes focus on students with a disruptive behavior. A teacher begins the lesson with set induction. അല്ലേ?
Do not tell the title of the unit or the topic. Be pleasant. എപ്പോഴും സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി ആയിരിക്കണം ക്ലാസ് റൂമിലേക്ക് കടക്കേണ്ടത് എന്നാണ്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. സ്മൈൽ, ചിരിക്കണം, ബട്ട് നോട്ട് ഓവർ ഡൂയിങ്. അത് പക്ഷെ അധികമായി പോകരുത് എന്നും കൂടെ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബി പ്ലസന്റ്, കംപ്ലീറ്റ് ദ ഫോർമാലിറ്റി. ഏതൊക്കെ? കംപ്ലീറ്റ് ദ ഫോർമാലിറ്റി such as salutation, attendance, blackboard formalities, etc., etc. Then to get the attract the attention of an individual, teacher can use the music, poem, picture, guess the topic, shows the relevant video. ഇത് എല്ലാം ടീച്ചർക്ക് എന്ത് ചെയ്യാം? കുട്ടികളുടെ അട്രാക്ഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യാം. ഒരു പോയം ചൊല്ലി അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ടീച്ചർക്ക് എന്തിലേക്ക് കടക്കാം? കണ്ടന്റിലേക്ക് കടക്കാം. ആ കവിത കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രഭാഷണത്തിനേക്കാൾ ഉപരി, ഒരു ടീച്ചിങ്ങിനേക്കാൾ ഉപരി കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ഒരു കഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പിക്ചർ ആയിരിക്കാം, ഒരു വീഡിയോ ആയിരിക്കാം, ഒരു കവിതയായിരിക്കാം. അങ്ങനെയെങ്കിൽ കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി അധ്യാപിക എന്ത് ചെയ്തിരിക്കണം? ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ടീച്ചർ ഒരു കൊമേഡിയനായി മാറണമെങ്കിൽ അവിടെ മാറിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കണം? കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചെടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന പാർട്ടിനകത്ത് ഉൾപ്പെടുന്നത്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഈ 5 പോയിന്റുകൾ മാത്രം എഴുതുക. വാട്ട് ആർ ദ സബ് കമ്പോണൻസ് ഓഫ് സെറ്റ് ഇൻഡക്ഷൻ ഓർ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ? യൂസ് ഓഫ് പ്രീവിയസ് വി ക്യാൻ കൺക്ലൂഡ് ദ ലെസൺ. വി ക്യാൻ What do you mean by skill of introducing a lesson? A success or failure depends upon introducing a lesson. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? The success or failure of a lesson depends upon the introducing a lesson. Then what are the subcomponents of the skill of skill of introducing a lesson? Use of previous knowledge, preliminary attention gaining, use of appropriate devices, arousing attention. The last one is topic declaration. These are the basic subcomponents involved in the skill of introducing a lesson or set induction or anticipatory set. Thank you students.